ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ വിശദമായിട്ട് സ്റ്റഡി ചെയ്യാനാണ് പോകുന്നത്. ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആ സ്റ്റാൻഡേർഡ് നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, രൂപയുടെ മൂല്യം കുറഞ്ഞു വരികയാണ് അല്ലേ. 10 വർഷം മുമ്പ് ഉള്ള 1 ലക്ഷവും ഇപ്പോഴുള്ള 1 ലക്ഷവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള 1 ലക്ഷം അല്ല എന്ന് പറയാം. ഈ കാണുന്ന ഞാനല്ല, ആ ചുവന്ന് തുടുത്ത് ഇരുന്ന ആ കൊച്ചു പയ്യനില്ലേ, അതാണ് യഥാർത്ഥ ഞാനെന്ന് സലിംകുമാർ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന 1 ലക്ഷം 10 വർഷം കഴിയുമ്പോൾ അത് 1 ലക്ഷം അല്ല. അതൊരു പക്ഷേ ഒരു 70,000-ഓ 60,000-ഓ ഒക്കെ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ റിട്ടയർമെൻറ്റിനായിട്ട് കൂട്ടുന്ന എല്ലാ കാൽക്കുലേഷൻസും തെറ്റാണ്. ആ കാൽക്കുലേഷൻസ് കൂട്ടാനായിട്ടാണ് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാനൊരു ഉദാഹരണം കാണിക്കാം. അതനുസരിച്ചിട്ട് നിങ്ങളുടേതായ കാൽക്കുലേഷൻസ് ചെയ്യുക കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ പറയാം. അതനുസരിച്ചിട്ട് നമുക്കിവിടെ ഈ കാൽക്കുലേറ്റർ പരിചയപ്പെടാം. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അപ്സ്റ്റോക്സിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്നെ വാട്സപ്പിൽ അറിയിക്കുക. അതുപോലെ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നവർ മെയിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NFO വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അസറ്റ് പ്ലസ് ആപ്ലിക്കേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ കാണാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ആ NFO അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ SIP ഓർ SWP ഓർ STP ഇങ്ങനെ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. ഇത് പുറത്തുള്ളവർക്കും ബാധകമാണ്, അസറ്റ് പ്ലസിലുള്ളവർക്കും ബാധകമാണ്. നിങ്ങൾ നോമിനിയുടെ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ അസറ്റ് പ്ലസ് ഉപയോഗിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ തെളിഞ്ഞു വരും. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. നമ്മൾ നേരത്തെ നോമിനിയെ കൊടുത്തിട്ടുണ്ടാവും, എന്നാൽ കുറച്ച് ഇൻഫോർമേഷൻസ് കൂടി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. നോമിനിയുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇപ്രാവശ്യം കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നോമിനിയുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അഥവാ നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ SIP സ്റ്റോപ്പ് ആവും. SIP, SWP, STP എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നോമിനി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. അസറ്റ് പ്ലസ്സുകാർക്ക് ഞാൻ ഇമെയിൽ അയക്കുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ തുറന്നാൽ കാണാൻ പറ്റും. പക്ഷേ എല്ലാ ക്ലയൻസിനും കൂടെ ഇമെയിൽ അയക്കാനുള്ള ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അത് അടുത്ത ദിവസം ശരിയാവും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ അയക്കാം. പക്ഷേ എല്ലാവരും ഇമെയിൽ ചെക്ക് ചെയ്യണമെന്നില്ലല്ലോ, അതാണ് ഞാൻ വീഡിയോ പറഞ്ഞത് കേട്ടോ. അതുപോലെ എത്ര മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന 4-5 മ്യൂച്വൽ ഫണ്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ കുറയുമെന്നുള്ളതാണ്. എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വലിയ കോർപ്പസുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എത്ര മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ കാണാൻ പറ്റും നമ്പർ. 54 മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം 54 എന്ന് കാണാൻ പറ്റും. കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു ID കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 മ്യൂച്വൽ ഫണ്ടോ 10 മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, പല സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പോൾ SIP നോക്കിക്കഴിഞ്ഞാൽ 10 SIPകൾ നിലവിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഡെയിലി SIP ഉണ്ട്, മന്ത്ലി SIP ഉണ്ട്, അതുകൂടെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു 1 കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 5 വർഷം കൊണ്ടുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ ഗ്രോത്ത് 13.50 നല്ല വെള്ളം. ഇപ്പോഴും മാർക്കറ്റ് താഴെ തന്നെയാണ്. മാർക്കറ്റ് കയ്യിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഗ്രോത്ത് വരും. അതുപോലെ 15% ഞാൻ പ്രോഗ്രസ് ആയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ പോയാൽ എനിക്കൊരിക്കലും 5 വർഷം കൊണ്ട് 1 കോടി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അതൊരാഗ്രഹമായതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രകൃതി അതിലേക്കൊക്കെ നയിക്കുമെന്നല്ലേ. ആരാണ് പറഞ്ഞേക്കുന്നത്? പുള്ളിയുടെ പേരറിയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ. എനിക്ക് നാവിൻ തുമ്പിലുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ 5 വർഷം എന്നുള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് പിന്നീട് ചെയ്യാം. കാരണം അത് കാൽക്കുലേറ്ററും കാര്യങ്ങളും എടുത്തിട്ട് ചെയ്യണം. ഈ ഒരു സ്പീഡിൽ പോയാൽ ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് എത്ര നാൾ പിടിക്കും, അതായത് ഈ സമയം കൊണ്ട് നേടുമോ, നേടിയില്ലെങ്കിൽ എക്സ്ട്രാ അതിലേക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്ററിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മാസ എക്സ്പെൻസ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് വിടുക. ഇതിപ്പോൾ ഇവിടെ 50,000 ഉണ്ട്.
50,000 മാസം എക്സ്പെൻസ് ഉള്ള ഒരാൾ അയാൾക്ക് ഒരു 1,00,000 രൂപയെങ്കിലും ശമ്പളം കിട്ടാതെ ഈ ഒരു എക്സ്പെൻസ് ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഒരു ചെറിയ എമൗണ്ട് ഇവിടെ എഴുതാം കേട്ടോ. ഒരു 20,000 രൂപ ശരാശരി ഫാമിലി എന്ന് നമുക്ക് കൂട്ടാം അല്ലേ. അച്ഛൻ, അമ്മ, കുട്ടികൾ, ഒന്നോ രണ്ടോ, ഒന്നല്ല 2-3 കുട്ടികളൊക്കെ കാണുമല്ലോ, 2 കുട്ടികൾ, അങ്ങനെ കുട്ടികൾ, പിന്നെ ഗ്രാൻഡ് ഫാദറും കാണുമല്ലോ, ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദറൊക്കെ കാണുമായിരിക്കും ഒരു കുടുംബത്തിൽ. ഞാൻ ഒരു ചെറിയ എക്സ്പെൻസ് കൂട്ടിയിട്ട് നമുക്ക് വലുതിലേക്ക് പിന്നീട് പോകാം. ഒരു 20,000 രൂപ ഇപ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ട് എന്ന് കൂട്ടിക്കോളും. ഇതാണ് നിങ്ങളുടെ കറണ്ട് എക്സ്പെൻസ്. 50,000 വെച്ചിട്ട് നമുക്ക് കൂട്ടാം കേട്ടോ, ഓരോ സംഭവങ്ങളും നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ ഏജാണ്. 20,000 രൂപ ഒരു നോർമലി ഒരു ഏറ്റവും ഒരു സാധാരണ കുടുംബത്തിന് പോലും ചിലവാകുന്നതാണല്ലോ. ഇനിയിപ്പോൾ ഏജ് 25 വയസ്സുള്ള ഒരാൾ കൂട്ടിക്കോളൂ. ഈ ഏജ് മാറുന്നതനുസരിച്ചിട്ടും ഇവിടെ മാറ്റം വരാം. അതുകൊണ്ട് നമ്മൾ ഏജും മാറ്റിയിട്ട് നോക്കും. ഇപ്പോൾ ഇവിടെ 25 വയസ്സ് ഉള്ള ഒരാൾ 20,000 രൂപ മന്ത്ലി എക്സ്പെൻസ്. അദ്ദേഹം റിട്ടയർ ആകുന്ന 60 വയസ്സിലാണ് എന്ന് കൂട്ടിക്കോളൂ. നോർമലി 60 വയസ്സാണല്ലോ, അപ്പോൾ അവിടെ മാറ്റേണ്ട ആവശ്യമില്ല. 60 വയസ്സാണ് എന്ന് കൂട്ടിക്കോളൂ. 50 വയസ്സിൽ റിട്ടയർ ആകാൻ താല്പര്യമുള്ളവർക്ക് എമൗണ്ട് മാറുന്നുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം 100 വർഷം, അടുത്ത 100 വർഷം ജീവിച്ചിരിക്കും എന്നും വിചാരിച്ചോളൂ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ റിട്ടയർ ആയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളെ നോക്കിയേക്കാം. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അവരുടെ ചിലവിൽ എനിക്ക് കഴിയേണ്ട, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെന്തായാലും 100 വയസ്സ് വരെ, എന്തായാലും 100 വയസ്സ് വരെയൊന്നും നമുക്കിവിടെ ആയുസ് ഇല്ല, വളരെ അപൂർവമാണ്. അപ്പോൾ 100 വയസ്സ് വരെയൊന്നും ജീവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ 100 വയസ്സായിട്ട് കൂട്ടുന്നു. അപ്പോൾ നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഉള്ള നമ്മുടെ സേവിങ്സ്, ഈ ഒരു സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 5 ലക്ഷമാണ്. ഇത് കുറയ്ക്കാൻ കൂട്ടാം, കാരണം ഒരു സേവിങ്സ് ഏതൊരു മനുഷ്യനും അത്യാവശ്യമാണ്. എന്തായാലും 5 ലക്ഷമായിട്ട് ഇപ്പോൾ കൂട്ടുന്നു. ഇൻഫ്ലേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം അടുത്ത വർഷം മേടിക്കണമെങ്കിൽ 106 രൂപ കൊടുക്കണം. സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം 112 രൂപ കൊടുക്കണം. 112ൻ്റെ ശകലം കൂടും. ഓക്കെ, ഏകദേശം കണക്കിന് എളുപ്പത്തിന് നമ്മൾ അങ്ങനെ പറയുന്നു. 2 വർഷമാകുമ്പോൾ 112 രൂപ, 3 വർഷമാകുമ്പോൾ 118 രൂപ. അത് ഏകദേശം ഒരു 120 രൂപയോളം വരും. കാരണം 106 രൂപയുടെ 6%, 112 രൂപയുടെ 6%, അങ്ങനെയാണ് അത് വരിക. എന്തായാലും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. 6% വെച്ച് രൂപയുടെ മൂല്യം ഇടിയുന്നു പെർ ഇയർ. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ അത് ഏകദേശം ഒരു 6%ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. 5 to 6 ആണ്, നമ്മൾ 6 തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIPക്ക് നമുക്കൊരു 12% വെച്ച് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ കിട്ടുന്ന മിനിമം റിട്ടേൺ തന്നെയാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. നിഫ്റ്റിയുടെ ഓൺ ആൻ ആവറേജ് ലോങ് ടൈമിലെ റിട്ടേൺ ആണ് 12%. നോർമലി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അതിനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് കുറച്ച് ട്രിക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോകളിൽ വരും. ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു ഐ ബട്ടൺ കാണാൻ പറ്റും. ആ ഐ ബട്ടണിലും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി അറിയില്ലാത്ത സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലാത്തതുണ്ടെങ്കിൽ അത് കാണുക, കണ്ടു പഠിക്കുക. സംശയമുള്ള സബ്ജക്റ്റുകൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ 12% മാത്രമാണ് നമ്മൾ റിട്ടേൺ കൂട്ടുന്നുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിയാൽ അടിപൊളിയല്ലേ. ഇനി നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് എത്ര രൂപ റിട്ടയർമെൻ്റ് ആകുമ്പോൾ ആവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ പച്ച കളറിൽ കൊടുത്തേക്കുന്നതാണ് കറണ്ട് സേവിങ് വാല്യൂ ഓൺ റിട്ടയർമെൻറ്റ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സേവിങ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണല്ലോ. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ അത് സേവ് ചെയ്യണം കേട്ടോ. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് സേവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2,69,810 ആവും. 2,63,00,000 അങ്ങനെ കൂട്ടിയാൽ മതി. ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഒരു 5 ലക്ഷം രൂപ. ഇവിടെ നമുക്ക് അഡീഷണൽ സേവിങ് റിക്വയർഡ്, അതായത് ഈ ഒരു പൈസ പോരാ നമുക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട്. നമുക്ക് 60 വയസ്സാകുമ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞു പോകും അല്ലേ, 30-35 വർഷം കഴിഞ്ഞു പോകും. ആ സമയത്ത് ഈ 2,63,00,000 രൂപ, അല്ലെങ്കിൽ ഇവിടെ 64 എന്ന് എഴുതിയിട്ടുണ്ട്, റൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ ഈ 64 ലക്ഷം രൂപ പോരാ ജീവിക്കാനായിട്ട്. നമുക്ക് ടോട്ടൽ 7,38,00,000 രൂപ വേണം. ഇതേ സ്റ്റൈലിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് 100 വയസ്സ് വരെ ജീവിക്കാനായിട്ട്. സംഭവം ക്ലിയർ ആയില്ല. 7,38,00,000 രൂപ വേണം. അപ്പോൾ അഡീഷണൽ നമുക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4,74,00,000 രൂപയാണ്. ഇവിടെ കാണാം 4,74,00,000. ഇനി നമുക്ക് താഴേക്ക് പോവാം. റിട്ടയർമെൻറ്റ് എമൗണ്ട് റിക്വയർഡ് ആസ് പെർ കറണ്ട് എക്സ്പെൻസസ്. ഇപ്പോഴത്തെ എക്സ്പെൻസ് അനുസരിച്ച് 7,38,00,000 രൂപ വേണം. അഡീഷണൽ സേവിങ് റിക്വയർഡ് 4,74,00,000 രൂപ അഡീഷണൽ സേവിങ് വേണം. അതിന് നമ്മൾ എത്ര രൂപയുടെ SIP ചെയ്യണം?
അച്ചീവബിൾ ബൈ എ മന്ത്ലി SIP ഓഫ് 7.30K. അതായത് 7300 രൂപയുടെ SIP ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 25 വയസ്സുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് ഒരു 30,000 കൂട്ടാം. ഇവിടെയുള്ള വ്യത്യാസം നോക്കൂ. എത്രയാണ് അദ്ദേഹം ചെയ്യേണ്ട SIP? 13,000 രൂപയുടെ SIP ആണ് അദ്ദേഹം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് മൊത്തം വേണ്ടത് 11 കോടിയാണ്. 8.43 കോടി എക്സ്ട്രാ വേണം, അഡീഷണൽ സേവിങ് വേണം. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് 13,000 രൂപയുടെ SIP. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 40,000 രൂപയാണ് ഇപ്പോഴത്തെ എക്സ്പെൻസ് എങ്കിൽ അതേ എക്സ്പെൻസ് തന്നെ റിട്ടയർമെൻറ്റ് ഉണ്ടാകുമ്പോൾ വരുമെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യേണ്ട SIP എന്ന് പറഞ്ഞാൽ 18.66K ആണ്. അതായത് ഒരു 19,000 SIP കൂട്ടാം. 19,000 രൂപയുടെ SIP ആണ് അദ്ദേഹം ചെയ്യേണ്ടത്. മൊത്തം അദ്ദേഹത്തിന് 14.76 കോടി വേണം. പക്ഷേ അത് ഈ 5 ലക്ഷം ഉള്ളവർക്കാണ്, 5 ലക്ഷം സേവിങ് ഉള്ളവർക്കാണ്. സേവിങ് ഒന്നും ഇല്ല. അങ്ങനെയുള്ളവർക്ക് എത്ര രൂപയുടെ SIP ആണെന്ന് നോക്കാം. 20,000 രൂപ തന്നെയാണ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൂട്ടുന്നതെന്ന് കൂട്ടിക്കോളൂ. കറണ്ട് സേവിങ് അദ്ദേഹത്തിന് ഒന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് 11.36K, 11,360 രൂപയുടെ SIP മതി. അദ്ദേഹത്തിന് 7.38 കോടി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് 30,000 ആണെങ്കിൽ 17,000 രൂപയുടെ SIP, 40,000 ആണെങ്കിൽ 22,700 രൂപയുടെ SIP, 50,000 ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് എങ്കിൽ 28,000 രൂപയുടെ SIP ആണ് വേണ്ടത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് കൂടുകയാണ്. ഇപ്പോൾ 25 വയസ്സ് മാത്രമല്ലല്ലോ, വയസ്സ് കൂടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 20,000 രൂപയുടെ എക്സ്പെൻസ് ഉള്ള ഒരാൾക്ക് അയാൾക്കിപ്പോൾ 30 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട SIP എന്ന് പറയുന്നത് 15.62K ആണ്. നേരത്തെ 25 വയസ്സുള്ള ആൾക്ക് വേണ്ടിയിരുന്ന SIP എത്രയായിരുന്നു? 11.36 ആയിരുന്നു. എന്നാൽ വയസ്സ് 5 വയസ്സും കൂടി അപ്പോൾ അദ്ദേഹത്തിന് 15.62Kയുടെ SIP ആവശ്യമുണ്ട്. 5.51 കോടി മതി അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട്. ഇനി 35 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട SIP എന്ന് പറയുന്നത് 21.71K ആണ്. അതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഏജ് കൂടുന്തോറും നമ്മൾ ഉണ്ടാക്കേണ്ട കോർപ്പസ്, അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കേണ്ട കോർപ്പസ് അത് കുറവായിരിക്കും ഏജ് കൂടുന്തോറും. കാരണം നമുക്ക് അത്രയും കുറച്ച് സമയമല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ 40 വയസ്സുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് 31,000 രൂപയുടെ SIP ആവശ്യമുണ്ട്. അതേപോലെ 40 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു 30,000 രൂപ എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് 46,000 രൂപയുടെ SIP ആവശ്യമുണ്ട്. 40,000 രൂപ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ 61,000 സംതിങ് രൂപയുടെ SIP അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ കറണ്ട് സേവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലംസമായിട്ട് ഇവിടെ നമ്മൾ ഒരു 5 ലക്ഷമാണ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ SIP എമൗണ്ടിൽ തത്തുല്യമായി കുറവ് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ 5 ലക്ഷം രൂപ ഇടുന്നു. ഇപ്പോൾ 56,800 രൂപയുടെ SIP മതി. എന്നാൽ അതില്ല എങ്കിൽ 61,630 രൂപയുടെ SIP വേണം. ഇപ്പോൾ ലംസം കിട്ടുമ്പോഴൊക്കെ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക, അതുപോലെ തന്നെ എക്സ്ട്രാ എമൗണ്ടുകൾ ലംസമായിട്ട് നിക്ഷേപിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നിക്ഷേപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ചെറിയൊരു എക്സ്പെൻസ് ഒരു 10-30 വർഷം കഴിയുമ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും നമുക്ക് വലിയൊരു കോർപ്പസിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തവർ നിർബന്ധമായിട്ടും വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രം എടുക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന വിഷയമില്ല, ഇല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി എടുക്കുക. ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം തേടുക. ഈ ഒരു സർവീസ് തികച്ചും നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ അവരുടെ ക്ലയൻ്റ് ആയിരുന്നാൽ മാത്രം മതി. ഇത് ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് കറക്റ്റ് അല്ലാത്ത മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവനും ഞാനും അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയില്ല, നമ്മൾക്ക് വളരെ ലിമിറ്റഡായ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ചെറിയ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുക. അപ്പോൾ അത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യും. അത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ, സാധാരണ ആൾക്കാരെല്ലാം ചെയ്യും. അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിൽ അറിവുണ്ടായിരിക്കില്ല. അതുപോലെ നിലവിൽ SIP കാര്യങ്ങളൊക്കെ പോകുന്നവർ
ഇപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, നമ്മുടെ കൂടെ അക്കൗണ്ട് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. നിർബന്ധമായിട്ടും മാർക്കറ്റ് കറക്ഷൻ സമയങ്ങളിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ആ കറക്ഷൻ സമയങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പുതിയതോ പഴയതോ, അത് ഞാൻ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും. അപ്പോൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഒരുപാട് പേര് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചിലത് വളരെ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എവിടുന്നെങ്കിലും കിട്ടുന്ന ലിമിറ്റഡ് ഇത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. മിക്കവാറും അതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പരസ്യമായിരിക്കും, ഒരു കമ്പനിയുടെ പരസ്യമായിരിക്കും. ഒരു പ്രോഡക്റ്റ് അവരിങ്ങനെ പരസ്യത്തിൽ കൂടെയൊക്കെ പരിചയപ്പെടുത്തുന്നു. നമ്മളവിടെ പോയിട്ട് അത് നല്ലതാണോ ഇല്ലയോ എന്ന് അറിയാതെ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അതുപോലെ കറക്ഷൻ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കാതെ ഇരിക്കുക കേട്ടോ. പലരും SIP കുറേ കഴിയുമ്പോൾ നിർത്തുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്കെടുത്തപ്പോൾ ഇത് നിർത്തുന്നത് ഇതിനെപ്പറ്റി അറിയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അവർക്ക് റിട്ടേൺ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവർ നിർത്തുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് പോയപ്പോൾ ഒരു കണക്ക് പറഞ്ഞാണ്, ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2 വർഷം കഴിയുമ്പോൾ അവരുടെ SIP സ്റ്റോപ്പ് ചെയ്യുന്നു. കാരണം അവർ നിരാശരായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്ക് എവിടെ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ, മിക്കപ്പോഴും പരസ്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ അവർക്ക് റിട്ടേൺ കിട്ടാതെ ആകുമ്പോഴാണ് അത് നിർത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 2-3 കാര്യങ്ങൾ കൂടി ഒന്ന് ചെറുതായിട്ട് പറയാം കേട്ടോ. ഡെയിലി SIP അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ അത് വളരെ അഡ്വൈസബിളാണ്. അത് മാറ്റി വെക്കുന്നത് ഒരു 100 രൂപയായാലും മതി. ഇപ്പോൾ ഗോൾഡൊക്കെ ഇപ്പോൾ ഒരുപാട് വില കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെയിലി ഒരു 100 രൂപ വെച്ച്, ഗോൾഡിൽ മാത്രം ചെയ്യണമെന്നില്ല, നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യാൻ പറ്റും. ഡെയിലി 100 രൂപ, 200 രൂപ, 500 രൂപ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് എല്ലാവരും തന്നെ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് വാങ്ങുന്നതുകൊണ്ട് ആവറേജിങ്ങിൽ, റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൽ ഒരു നല്ല ബെനിഫിറ്റായിട്ട് ആയിരിക്കും കിട്ടുക. പിന്നെ കണ്ടേക്കുന്നത് ചിലവർ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കുറേ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ഈ പറയുന്ന ഡെയിലി ബേസിൽ 500 രൂപ, 1000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലൊരു പൈസ, അവർ ഉദ്ദേശിക്കുന്ന ഒരു പൈസ, ഒരു 25,000 രൂപ അല്ലെ 50,000 രൂപ അങ്ങനെ ആയതിനു ശേഷം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു നല്ല ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ലതാണ്, അങ്ങനെയും ചെയ്യാം. മറ്റൊരു സംഭവം കണ്ടേക്കുന്നത് ഒരു 8%, 7, 8, 9 ആ ഒരു ശതമാനം റിട്ടേൺ കിട്ടുന്ന റിസ്ക് വളരെ കുറഞ്ഞിട്ടുള്ള ബോണ്ടിൽ ഉള്ള മ്യൂച്വൽ ഫണ്ടുണ്ട്. പിന്നെ ലിക്വിഡ് ഫണ്ടുകളിലൊക്കെ അങ്ങനെ ചെറിയ റിട്ടേൺ കിട്ടും, 7-8%. അപ്പോൾ ഒരു ലംസ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് SWP അല്ല STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനായിട്ട് മറ്റൊരു നല്ല റിസ്ക് ഉള്ള ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല മെത്തേഡുകൾ പരീക്ഷിക്കാം. പിന്നെ ഞാൻ ഈയിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടത്, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 30,000 രൂപ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആക്കാനുള്ള പല കണ്ടൻറ്റും ഇതിലുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം ഞാൻ ഇത് പറഞ്ഞു വിടുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് 30,000 രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എല്ലാ മാസവും വിഡ്രോ ചെയ്യണം. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്ലാന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 30 മ്യൂച്വൽ ഫണ്ടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1,00,000 രൂപ വെച്ചിട്ട്, അത് ഒറ്റയടിക്കല്ല, പല സമയങ്ങളിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് SIP ആയിട്ട് ഒരു 5,000 രൂപയുടെ SIP ചെയ്ത് കഴിഞ്ഞാൽ 20 തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് 1,00,000 രൂപയായി. അങ്ങനെ അദ്ദേഹം 30 മ്യൂച്വൽ ഫണ്ടിൽ 1,00,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതും കഴിഞ്ഞൊരു 3-4 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം, അദ്ദേഹത്തിന് എപ്പോഴാണോ ഈ തുക ആവശ്യമുള്ളത് അന്നേരം 1000 രൂപ വെച്ച് എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും SWP ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അപ്പോൾ ഈ 1000 രൂപയായതുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ടിനെ അത് അധികം ബാധിക്കുകയില്ല. മാസത്തിലാണ്, ഒരു വർഷം 12,000 രൂപ മാത്രമാണ് വിഡ്രോ ആകുന്നുള്ളൂ. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 1000 രൂപ, 30 മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ടോട്ടൽ 30,000 രൂപ. അപ്പോൾ അദ്ദേഹത്തിന് ഈ 30,000 രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് മ്യൂച്വൽ ഫണ്ടിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ഒരു 12% ഒരു ഇതല്ലേ നമ്മൾ വിഡ്രോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ ആ മ്യൂച്വൽ ഫണ്ട് ഒരു നേട്ടത്തിലെത്തിയിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഞാൻ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം മനസ്സിലാകാൻ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.